മമ്മൂക്ക ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ട് നമ്മുടെ ടർബോ മൂവി റിലീസ് ആയിരിക്കുകയാണ്. ടർബോ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ഷാനവാസ് ആണ്. ചേട്ടാ, ടർബോ കണ്ടോ? പൊളിച്ചടുക്കി. പ്രതീക്ഷിച്ചതിൽ മേലെയാണോ അതോ? നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാസം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ഒരു ഡബിൾ മാസം ട്രിപ്പിൾ മാസം ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച ഡബിൾ മാസം നമുക്ക് കിട്ടിയത്. ഒട്ടും നിരാശപ്പെടുത്തിയിട്ടൊന്നുമില്ല. മമ്മൂട്ടി ഫാൻ എന്ന നിലയിൽ എന്താ? മമ്മൂട്ടി ഫാൻ എന്ന നിലയിലും ഒരു ആരാധകൻ എന്ന നിലയിലും ഞങ്ങൾക്ക് 100% ഇത് നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറം നമുക്കൊരു സാധനം കിട്ടൂലേ, അതിന്റെ ഒരു എക്സൈറ്റ് ഇതുവരെ മാറിയിട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാ ഇതില്? അത് നമ്മൾ ആ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ്. അതായത് മമ്മൂട്ടി കുറച്ചായിട്ട് ഇങ്ങനെ വിവിധ വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ഫാൻസിനെ സംബന്ധിച്ച് ഒരു ഉത്സവമാണ്. ഇത് വേറെ ഒരു ലുക്ക് മാത്രമല്ല, ഇതിന്റെ സൗണ്ട് എഫക്റ്റും അതേമാതിരി മമ്മൂക്ക ഈ 73-ാം വയസ്സിൽ കാണിക്കണത് ഇതില് ഇന്നൊരു 17 വയസ്സുള്ള ഒരു തനിക്ക് കാണിക്കാൻ പറ്റൂല. അത്രയ്ക്ക് മാസാണ്. മാസം എന്ന് പറയുമ്പോൾ മരണ മാസം. ചേട്ടൻ അപ്പൊ മമ്മൂട്ടി ഫാൻസിന്റെ സംസ്ഥാന സെക്രട്ടറി. അതെ. അപ്പൊ മമ്മൂട്ടിനെ ആദ്യമായിട്ട് കണ്ട അനുഭവം എന്തായിരുന്നു? അതായത് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാല് ഒരു 98-ലാണ് ഫാൻസ് അസോസിയേഷനിൽ വന്നത്. അന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഒരു കടയായിരുന്നു എനിക്ക് അന്ന്. അപ്പൊ കടയിൽ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തല്ലുകൊടുത്തോണം മമ്മൂട്ടി മോഹൻലാൽ, അതായിക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് നിന്നപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ അടുത്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളാണ് എനിക്കന്ന് ഫാൻസ് അസോസിയേഷൻ ചേർന്നുകൂടി എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടുപിടിച്ച് ചെല്ലണത്. അപ്പൊ അന്ന് വലിയേട്ടൻ റിലീസായ ദിവസമാണ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹിയാണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ അതിൽ ചേരാൻ വേണ്ടി ചെന്നു. അങ്ങനെ അതിലൊരു അംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അസോസിയേഷനിലേക്ക് വന്നത്. മമ്മൂക്കാനെ ആദ്യമായിട്ട് കാണുന്ന രാക്ഷസ രാജാവിന്റെ ലൊക്കേഷനിൽ വെച്ച്. അന്ന് മമ്മൂക്കാനെ കണ്ടപ്പോ തന്നെ കൈയും കാലും വെറുക്കാൻ തുടങ്ങി. അത് നമ്മൾ ഇന്നൊരു സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ മമ്മൂക്ക നമ്മൾ സംസാരിക്കാൻ നമ്മുടെ കംപ്ലീറ്റ് ക്ലീൻ പോയി. വളരെ കൂൾ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് എന്റെ പ്രായത്തിന്റെ ഇത് സംബന്ധിച്ച് മമ്മൂക്ക നമ്മളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. മമ്മൂക്കാനായിട്ട് നമുക്ക് കണ്ടാ മതി എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പോയ ആള് മമ്മൂക്ക നമ്മളെ സംസാരിച്ചപ്പോ തന്നെ നമ്മുടെ സകല പോയി. പിന്നെ അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് അറിയില്ല. നമുക്ക് ഭയങ്കര കൂളായിട്ട് ഈ ആൾക്കാർ പറയണ മാതിരി ഒന്നുമില്ല. അവരാണ് സ്നേഹം തോന്നുന്ന ആ സ്നേഹം കൊണ്ടാണ് പുള്ളിനെ എന്തെങ്കിലും വഴക്ക് പറയണത്. അത് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും. അപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പുള്ളിൻ്റെതായ ഒരു കൃത്യനിഷ്ഠയുണ്ട്, അത്രേ ഉള്ളൂ. പുള്ളിയുടേതായ ഒരു ആറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് മമ്മൂക്കനെ ഇത്രക്ക് ഇഷ്ടം? അത് ചെറുപ്പം തൊട്ടേ ഭയങ്കര ഇഷ്ടമായി. അത് പുള്ളിന്റെ കഥാപാത്രങ്ങളായിരിക്കാം ആദ്യം മനസ്സിൽ, പിന്നെ വന്ന പിന്നെ പുള്ളിന്റെ വ്യക്തിത്വം അതിൽ കൂടെ ഞങ്ങൾക്ക് കുറെ മാറാനും പറ്റി ഈ സംഘടനയെ വന്നേ. പിന്നെ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇഷ്ടം എന്തുകൊണ്ടായിരിക്കും മോഹൻലാലിനോട് തോന്നാൻ? അത് മമ്മൂക്കാന്റെ കഥാപാത്രങ്ങള് കണ്ട് മമ്മൂക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയി. അത് ചെറുപ്പം തൊട്ടേ അതായിരുന്നു. മമ്മൂക്കയുടെ വ്യക്തിത്വമാണ് ഏറ്റവും കൂടുതൽ. അത് ഇപ്പൊ നമ്മള് വളർന്നു വന്നപ്പോ മമ്മൂക്കാന്റെ വ്യക്തിത്വം നമുക്ക് പല ഘടകങ്ങളും നമ്മളെ ഇതാക്കാൻ തുടങ്ങി. അപ്പൊ നടന് മാറി. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മലയാളികൾക്ക് എന്തിനും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഇതായി സിനിമ ഉപരി. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മമ്മൂക്കനെ കുറിച്ചുള്ള വേറെ എന്തെങ്കിലും ഓർമ്മകൾ, അങ്ങനെ മമ്മൂക്കയായിട്ട് ചെലവഴിച്ച നിമിഷങ്ങളോ? അത് ഇഷ്ടംമാരുണ്ട്. പക്ഷെ അത് ചിലതൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. പല ആൾക്കാരും ഞങ്ങൾ പറഞ്ഞിട്ട് സഹായിച്ചതുകൊണ്ട് പിന്നെ പല ഇതുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പുറത്ത് പറഞ്ഞാൽ അതൊരു മമ്മൂക്കാണ്ട് ചെയ്യണത് അവനോടും ചെയ്യണ ഒരു ഇതായിപ്പോ പറയാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് എന്തേലും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നേ? നമ്മുടെ ഒരു കൂട്ടുകാരൻ, ഇപ്പൊ അല്ല വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കൂട്ടുകാരൻ ആക്സിഡന്റ് ആയി. അപ്പോ അന്ന് മമ്മൂക്കാണ്ടല്ല ജോർജേട്ടനോടാ പറഞ്ഞത്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അന്ന് ജോർജേട്ടന് ഇവിടെ ഇല്ലായിരുന്നു വീട്. അപ്പൊ ജോർജേട്ടൻ ഇവിടെ ഒരു ഹോട്ടലായിരുന്നു. അപ്പൊ ജോർജേട്ടൻ്റെ കാര്യം ജോർജേട്ടൻ പറഞ്ഞ് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, അവിടെ എന്താ ബില്ല് എന്നൊക്കെ നോക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് എന്റെ കൂടെ ഫാൻസിൽ വർക്ക് ചെയ്യണ പയ്യനായിരുന്നു. അപ്പൊ ജോർജേട്ടൻ എന്താ ബില്ല് എന്നൊക്കെ നോക്കാം. പക്ഷെ കുറച്ച് ദിവസം അങ്ങനെ പുള്ളി മരിച്ചുപോയി.
ആക്സിഡന്റ് ആയിരുന്നു, പക്ഷെ കാല് ഫ്രാക്ചർ ആയിരുന്നു. പക്ഷെ അത് അങ്ങനെ ഞങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റിയില്ല, പുള്ളി മരിക്കുകയും ചെയ്തു. അത് ഭയങ്കര സങ്കടമുള്ള ഒരു ഇതായിരുന്നു. അത് അതിനെപ്പറ്റി പിന്നെ ജോർജേട്ടൻ കുറെ പ്രാവശ്യം ചോദിച്ചു, മമ്മൂക്ക ചോദിച്ചെന്നും പറഞ്ഞു. അപ്പൊ അത്രയും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരാളിനെ മമ്മൂക്ക അന്വേഷിക്കണമുണ്ടായിരുന്നു, അറിയുന്നുണ്ടായിരുന്നല്ല. ചെറിയ അത് എത്രയോ വർഷങ്ങൾക്ക്. ഇന്നിപ്പോ മമ്മൂക്ക അതിന്റെ കൂടുതൽ അടുത്തെങ്കിലും അന്നും മമ്മൂക്ക ഒരാൾക്ക് എന്തെങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും ഒരാളെ സംഭവിച്ചാൽ അതിനെപ്പറ്റി എന്നും ചേർത്ത് പിടിക്കും. അത് പുറത്തറിയില്ല, പക്ഷെ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ടർബോയിലേക്ക് വരുവാണെങ്കിൽ ടർബോ മൂവിനെ കുറിച്ച് സെറ്റിലൊക്കെ പോയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ ലുക്ക് കാണുമ്പോ അറിയാലോ. അവിടെ സെറ്റിൽ വെച്ച് സംസാരിക്കോ? അല്ല, അത് നമുക്ക് ആവശ്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ സംസാരിക്കുക. അനാവശ്യമായിട്ട് നമ്മൾ പുള്ളിനെ പുള്ളി അറിയാലേ, കൂടുതലും അതിൽ ഫൈറ്റ് സീനുകളാണ്. അപ്പൊ ആ സീനുകൾ ഇവിടെ അത്രയും 73 വയസ്സിൽ അത്രയും ടയർഡാണ് പുള്ളി. നൈറ്റ് ആണെങ്കിലും ഡേ കുറച്ചാണ്, കൂടുതലും നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ്. നൈറ്റ് സീനുകളൊക്കെ പുള്ളി ഉറക്കു വേണ്ടി 73 വയസ്സ് ചില്ല് വരും. ഇന്ന് നമുക്ക് ഒരു 8 മണിക്കൂർ പണിയെടുത്താൽ തന്നെ ടയർഡാണ്. നമുക്ക് 10-16 മണിക്കൂറാണ് അതിലേക്ക് പണിയെടുത്തത്. അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്കും കിട്ടി. ഞങ്ങൾ കഷ്ടപ്പെട്ടല്ലേ, നമുക്ക് കഷ്ടപ്പെട്ട റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പൊ 70 കോടി എങ്ങാണ്ട് മുടക്കിയല്ലായിരുന്നോ ടർബോയുടെ ചിത്രീകരണം? എങ്ങനെയായിരിക്കും വരുമാനം? ഇത് നമ്മുടെ ഒരു കണക്കൂട്ടൽ ഈ ഇതിൽ ഇതാണെങ്കിൽ ഒരു 400 കോടിയെങ്കിലും കിട്ടുമെന്ന ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അതിൽ മേലെ പോകാൻ ചാൻസ് ഉണ്ട്. മമ്മൂട്ടി അസോസിയേഷന്റെ അടുത്ത പ്രവർത്തനമൊക്കെ എന്തായിരിക്കും? ഇപ്പൊ ഇന്ന് തന്നെ നമ്മളൊരു 300 പേര് വിവിധ സ്ഥലങ്ങളിൽ ബ്ലഡ് ഇന്ന് കൊടുക്കേണ്ടത്, ഇതിന്റെ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന്. അതുകൂടാതെ അത് ബ്ലഡ് നമ്മൾ എല്ലാ പ്രാവശ്യവും കൊടുത്തോണ്ടിരിക്കണേ. ഓരോ സിനിമയല്ല, മെയിൻ ആയിട്ട് നമ്മൾ മമ്മൂക്കന്റെ ബർത്ത്ഡേന് അന്നാണ് കൊടുക്കണം. പക്ഷെ നമുക്ക് അതിന് മുമ്പ് തന്നെ ഈ എല്ലാവരുടെ കയ്യിലും നമ്മുടെ ഫാൻസിനെ പല ഏരിയ ആക്കാൻ പറ്റി. ഇപ്പൊ എറണാകുളത്ത് മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എല്ലാവരുടെ ഈ ബ്ലഡ് ആവശ്യമുള്ളവരുടെ ഫാൻസിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പൊ നമ്മള് ഒരു ഇതായിട്ട് കൊടുക്കുന്നത് സെപ്റ്റംബർ 7 മമ്മൂക്കാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്. പക്ഷെ അല്ലാതെ ഇപ്പൊ നമ്മുടെ എറണാകുളം സംബന്ധിച്ച് ഇവിടെ ഇത്രയും ഹോസ്പിറ്റലുള്ളതുകൊണ്ട് നമുക്ക് അന്ന് ചിലപ്പോൾ കുറവായിരിക്കും കൊടുക്കാൻ പറ്റണം. എന്നാലും എല്ലാ പിള്ളേരും അതിനു മുമ്പ് തന്നെ എല്ലാ ദിവസവും ഇപ്പൊ ഇന്ന് ലക്ഷറി കൊടുക്കാനുണ്ട്. സിനിമ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടല്ലേ ആൾക്കാർ അപ്പൊ ഇന്നും കൊടുക്കണം. അപ്പൊ അതിന് ഒരു 4 വർഷമായിട്ട് ഇന്ന് ലക്ഷറിലേക്ക് വിടാനുണ്ട്. നിങ്ങൾ ഓരോ പ്രവർത്തനം പ്ലാൻ ചെയ്ത് വെക്കോ? ഈ ബ്ലഡിന്റെ നമുക്ക് പ്ലാനിങ് ഇല്ല. നമുക്ക് ഇത് വരുമ്പോ നമ്മള് പിള്ളേരെ സെറ്റ് ചെയ്യണം, ബ്ലഡ് കൊടുക്കും. പിന്നെ അല്ലാതെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചന്റെ കണ്ണുപരമായിട്ടുള്ള അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. അപ്പൊ അതില് നമ്മള് ഈ കണ്ണിന് തിമിരം പിന്നെ കുറച്ച് ഇതുണ്ട് അതില്. ഈ കണ്ണ് നമുക്ക് മാറ്റി വെക്കാവുന്ന ശസ്ത്രക്രിയ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതില് കൂടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ വേറെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? കെയർ ആൻഡ് ഷെയർ ആണ് കൂടുതൽ നമ്മളെ കണ്ടക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഫാൻസിന്റെ മാതിരി തന്നെയാണ് കെയർ ആൻഡ് ഷെയർ. അപ്പൊ അതിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ജിൻസാണ്. പുള്ളി ഇവിടെ അല്ല, പുള്ളി ഓസ്ട്രേലിയാണ്. പുള്ളി അവിടെ നിന്ന് തന്നെയാണ് ഇവിടെ എല്ലാം പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളത് ചെയ്യലാണ്. ഈ ടർബോ ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക പരിപാടിയൊക്കെ? അല്ല, ഇനിയിപ്പോ ഞങ്ങൾ അതിന്റെ ഇതാണ്. ഇത് ഞങ്ങൾ ഉദ്ദേശിക്കാത്തതിനും വലിയൊരു വിജയമാണ്. അപ്പൊ നമ്മളിപ്പോ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേന്ന്. എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യണം. അതല്ലാതെ ഇതുവരെ ചെയ്ത കുറച്ച് ഫേമസ് ആയ എന്തെങ്കിലും പ്രവർത്തനം? അതായത് മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മള് 3-4 അനാഥാലയങ്ങളില് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് ചെയ്യണേനത്. പിന്നെ അവർക്കുള്ള ഡ്രസ്സുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വഴിയരികില് അന്നത്തെ ദിവസം വഴിയരികിലുള്ള ആൾക്കാർക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കും. പിന്നെ അവർക്കുള്ള ഭക്ഷണം അന്നത്തോട് കൊടുക്കും. ഞങ്ങൾക്ക് മമ്മൂക്കയുടെ ജന്മദിനം ഞങ്ങൾക്കൊരു പെരുന്നാൾ മാതിരിയാണ്. അപ്പൊ അവർക്ക് അന്നത്തെ ദിവസം പുതിയ ഡ്രസ്സുകളും ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ മമ്മൂക്ക അറിയുമ്പോൾ ഉള്ള റെസ്പോൺസ് ഞങ്ങൾ ഒരിക്കലും ഇത് മമ്മൂക്ക ഇതൊക്കെ അറിയാനുണ്ടാവും. ഞങ്ങളെ എന്ന് പറയാറില്ല മമ്മൂക്കാണ്ട്. മമ്മൂക്ക അറിഞ്ഞ ഇതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ലേ? മമ്മൂക്കാക്ക് എല്ലാം അറിയാം. മമ്മൂക്കാന്റെ ഇതെന്ന് പറഞ്ഞാൽ നോട്ടമുണ്ട്, അതിലെല്ലാം ഉണ്ട്. അതിൽ നമുക്കറിയാം അതെല്ലാം ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഫോൾട്ട് വന്നാൽ നമുക്കത് എടുത്തു പറയും. അല്ല, നല്ല ചെയ്യുമ്പോ അത് പൊക്കോട്ടെന്ന് പൊക്കോട്ടെന്ന് പറയല്ല. മമ്മൂക്കാന ആ നോട്ടത്തിലെല്ലാം ഉണ്ടാവും. അതായത്
കുറച്ചും കൂടി അത് ചെയ്യായിരുന്നു എന്ന് നമുക്കൊരു ഒരഭിനന്ദനവും എല്ലാ ഒരു നോട്ടത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോ തന്നെ നമുക്കത് അറിയാം, മനസ്സിലാകൂ. എന്നാ നേരിട്ട് പറയാതെ അത് അതെന്താണ് പല ഫാൻസിനും പല രീതിയാണ്. ചിലർക്ക് മമ്മൂക്കാനെ ചില പടങ്ങള് മമ്മൂക്കാക്ക് എല്ലാ മാസ പടങ്ങള് കിട്ടണമെന്നുള്ള പിള്ളേരുണ്ട്. അപ്പൊ അതേമാതിരി തന്നെയാണ് പല കാര്യങ്ങളും. നമുക്ക് കൂടുതൽ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് നമ്മളത് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ അത് കുറെ വേറെ രീതിയിലേക്ക് ഇത് കൊണ്ടുവരും. എടുക്കും. ഇപ്പൊ ടർബോ ഇറങ്ങിയപ്പോ തന്നെ ഒരു ആക്ഷനിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഇനി പിള്ളേരെല്ലാവരും ഇനി മമ്മൂക്കാൻ ഇതല്ല, മമ്മൂക്ക എല്ലാം നമുക്ക് തന്നെ ഉണ്ട്. ഈ അടുത്തിടെ പുഴു എന്ന സിനിമേന്റെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു മമ്മൂട്ടിയായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ പറയാൻ ആൾക്കാരല്ല, ഞങ്ങൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയും മമ്മൂക്കാന്റെ വായിരിക്കണം ഞങ്ങളും. അതായത് മമ്മൂക്ക വഴക്ക് പറയല്ലോ. മമ്മൂക്കാക്ക് ആകെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പടമാണ്. നമുക്ക് ആ ഒരു ഇതിൽ നമുക്കൊക്കെ നേരം വെറുതെ പാടണം. പുറത്ത് എന്തെങ്കിലും പോകുമ്പോൾ നമുക്ക് അത് ചിന്തിക്കാറില്ല. ഞങ്ങൾ എന്തെങ്കിലും പറയാ മമ്മൂക്കാനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക പിന്നെ മേലാകെ മമ്മൂക്കാനൊക്കെ അടുപ്പിക്കൂല. അതാണ് മമ്മൂക്ക. അത് ആ വഴി പോയിക്കോട്ടെ, ബാധിക്കില്ല. സിനിമ മാത്രമാണ് മമ്മൂക്കാനെ. ഇപ്പൊ മമ്മൂക്ക തന്നെ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറില്ലേ? അത് ഫാൻസ് അസോസിയേഷനുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്? ഫാൻസ് അസോസിയേഷനായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മമ്മൂക്ക കണക്ട് ചെയ്യണം. മമ്മൂക്ക ചെയ്യണം 100-ൽ 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പബ്ലിക്കായിട്ട് ആൾക്കാർ അറിയണത്. ബാക്കി 98% ഒന്നും അറിയണില്ല. ഇഷ്ടംമാതിരി കാര്യങ്ങൾ മമ്മൂക്ക അല്ലാതെ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ. അതാണ് മമ്മൂക്ക. പഴയ മമ്മൂക്ക പുതിയ മമ്മൂക്ക എന്നും പുതിയതാണ്. ഓരോ സിനിമ വരുമ്പോഴും പുതിയതാ മമ്മൂക്കയാണ്. ഇപ്പൊ ടർബോ വന്നപ്പോ അതില് ഡബിളായി. ഇപ്പൊ മമ്മൂക്ക ഇതൊരു 10-30 വർഷം മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇന്ന് വന്നപ്പോ അതൊരു പുതിയ എനർജി. മലയാളത്തിൽ ഒരാൾക്ക് അതുമാതിരി ചെയ്യാൻ പറ്റൂല. അത് ഉറപ്പാ. മമ്മൂക്കയുടെ ഓരോ ക്യാരക്ടറും മമ്മൂക്ക സിനിമ തെരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിൽ തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമല്ലേ എടുക്കാറ്. അത് തന്നെയല്ലേ ഈ ഫാൻസിനെ കുറെ കൂട്ടുന്നത്. ഇന്നത്തെ ജനറേഷൻ തന്നെ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഇത്രയും വർഷങ്ങളായി, 2024 വർഷമായി. ഇപ്പൊ ഇന്ന് ഞാൻ പ്രവർത്തിക്കണത് ഇന്നത്തെ ജനറേഷന്റെ പിള്ളേറിനൊപ്പം. അതായത് ഞാൻ ഫാൻസിൽ വന്നപ്പോ ജനിച്ചിട്ടുണ്ടാവില്ല. അന്നത്തെ പിള്ളേറിനൊപ്പം ഇന്ന് ഞാൻ പ്രവർത്തിക്കണം. അവർക്ക് മമ്മൂക്ക ഫാനായി. അപ്പൊ ഞങ്ങൾക്ക് അത്ഭുതം. ഞങ്ങൾക്ക് എത്രയോ വർഷം മുമ്പ് ഞങ്ങൾ മമ്മൂക്ക ഫാനായി. ഇന്നത്തെ ജനറേഷൻ നോക്കി, ഞാൻ ഫാൻസി വന്നിട്ട് ജനിക്കാത്ത പിള്ളേറിനൊപ്പം ഞാനിന്നും പ്രവർത്തിക്കണം. അതായത് ഇന്നത്തെ ജനറേഷനും മമ്മൂക്ക ഫാൻസ്. മമ്മൂക്ക പടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്നത്തെ നമ്മൾ വിചാരിക്കും ഇതെന്തിനാ നമുക്ക് ഇങ്ങനത്തെ പടം തിരഞ്ഞെടുത്തേന്ന്. പക്ഷെ അത് വരുമ്പോഴുള്ള അതിന്റെ മമ്മൂക്ക എന്താന്ന് നമുക്ക് മനസ്സിലാകണം. ഇങ്ങനത്തെ പടം മെൻഷൻ ചെയ്ത കാതലൊക്കെ ഉദ്ദേശിച്ചാണ്. അതല്ല, നമ്മൾ അതിന്റെ ആദ്യത്തെ ഒരു ഇതായപ്പോ പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് അത് മമ്മൂക്ക എന്തുകൊണ്ട് അത് എടുത്തെന്ന് മനസ്സിലാകണം. അപ്പൊ ടർബോ ഇപ്പൊ പ്രതീക്ഷിച്ചതിലും വിജയം കൊയ്യുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതില് യാതൊരു ഇതില്ല, ഭയങ്കര സംശയമില്ല. ഏതായാലും 400 കോടിക്ക് മേലെ കളക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ടർബോ മൂവി പ്രതീക്ഷിച്ചതിലും ഡബിൾ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ മമ്മൂക്കയുടെ ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.